ഈ വാഹനത്തിന്റെ കിൽ സ്വിച്ച് ചില സമയങ്ങളിൽ വർക്ക് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കിൽ സ്വിച്ച് WD-40 ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തെ ആ ഒരു തുരുമ്പൊക്കെ പോയി സ്വിച്ച് വർക്ക് ആവോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഓവറായിട്ട് തുരുമ്പി പിടിച്ചിരിക്കുന്ന നട്ടൊക്കെ സ്പാനർ ഉപയോഗിച്ച് അഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ WD-40 ഉപയോഗിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രം അഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരി പോവുകയും ചെയ്യും. ആ ത്രെഡിന് ഡാമേജ് ഇല്ലാതെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. WD-40 നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് സെറ്റ് ഫുൾ അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് തുരുമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു WD-40 നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് സെറ്റ് ഇതുപോലെ ഊരിയെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ സ്വിച്ച് സെറ്റ് ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിളിൻ്റെ കണക്ഷൻ പിടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കിൽ സ്വിച്ച്. ഇതിന് നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്വിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ക്രൂ ഒക്കെ നല്ലതുപോലെ തുരുമ്പ് പിടിച്ചാണ് ഇരിക്കുന്നത്. ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ മെറ്റൽ പാർട്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മെറ്റൽ പാർട്സ് തുരുമ്പ് പിടിച്ചേക്കാം. അതിനാലാവണം ചില സമയങ്ങളിൽ സ്വിച്ച് വർക്ക് ആവാത്തത്. അതുപോലെ തന്നെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്കല്പം WD-40 സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ സ്വിച്ചിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തുരുമ്പ് പിടിച്ചിരിക്കുന്ന സ്ക്രൂ ഒരിക്കലും അഴിക്കാൻ ശ്രമിക്കരുത്. അല്പം WD-40 സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രൂ അഴിച്ചെടുക്കാം. പൾസറിൻ്റെ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈറ്റ് വരുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കിൽ സ്വിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിൽ സ്വിച്ച് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് കിൽ സ്വിച്ച്. അപ്പോൾ ഇത് ഊരിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് WD-40 നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലെ തുരുമ്പൊക്കെ നല്ലതുപോലെ കളയാം. ഓക്കെ, ഇനി ആ കിൽ സ്വിച്ചിൻ്റെ കണക്ഷൻസ് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കിൽ സ്വിച്ചിൻ്റെ ഉള്ളിലെ മെറ്റൽ പാർട്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ്, സ്വിച്ചിൻ്റെ ഫംഗ്ഷനിങ് നടത്തുന്ന ആ ഒരു മെറ്റൽ പാർട്സ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതാണ് കിൽ സ്വിച്ചിൻ്റെ ഉള്ളിലെ ആ ഒരു ഫംഗ്ഷനിങ്. ഈ മെറ്റൽ പാർട്സിലേക്ക് നമുക്ക് WD-40 സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു രീതിയിലും സ്വിച്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കത്തില്ല. നമുക്ക് WD-40 സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ വയറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് മെറ്റൽ പാർട്സ് ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടുത്തെ തുരുമ്പും ഇളകി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റസ്റ്റ് ഫ്രീ ആക്കി മാറ്റാം ഈ സ്വിച്ചിനെ. ശേഷം ഈ സ്വിച്ചിനെ ഡയറക്റ്റ് ആയിട്ട് വാഹനത്തിലേക്ക് ഊരിയെടുത്ത പോലെ തിരിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സ്വിച്ചിൻ്റെ നേരത്തെ കംപ്ലൈൻറ്റ് പൂർണ്ണമായും മാറിക്കിട്ടും.